കേരളത്തെ നടുക്കിയ ദുരന്തമാണ് തൃശ്ശൂരിൽ ഇപ്പോൾ ഉണ്ടായത്. മരണസംഖ്യ 12ഓളം ആയിട്ടുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ സ്ഥിരീകരിക്കപ്പെട്ടു. തിരുവമ്പാടി വിഭാഗം തൃശ്ശൂർ പൂരത്തിനായി വെടിക്കെട്ട് സാമഗ്രികൾ ഉണ്ടാക്കുന്ന ഇടത്താണ് സ്ഫോടനം നടന്നത്. 40 പേർ പുറത്തേക്ക് ഓടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവർ എല്ലാവരും പുറത്തെത്തിയിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷണം നടന്നു വരികയാണ്. തുടർച്ചയായ സ്ഫോടനവും പൊട്ടിത്തെറികളും തീപിടുത്തവും ഉണ്ടായി. ഷെഡുകൾ ആകപ്പാടെ കത്തി അമർന്നു. തൊട്ടടുത്ത വീടുകളിലെ ജനലുകൾക്കൊക്കെ കേടുപാട് സംഭവിച്ചിരിക്കുന്നു എന്ന തരത്തിലും വലിയ റിപ്പോർട്ട് പുറത്തു വരുന്നു. കിലോമീറ്റർ ദൂരത്തേക്ക് ഇതിൻ്റെ സ്ഫോടന ശബ്ദം കേൾക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എത്രത്തോളം ശക്തിയിലാണ് സ്ഫോടനം നടന്നത് എന്ന് ഈ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. തൃശ്ശൂരിലെ വെടിക്കെട്ട് നിർമ്മാണത്തിലുണ്ടായിരിക്കുന്ന ഏതെങ്കിലും അപാകതകളോ മറ്റോ ആണോ ഈ സംഭവം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സമഗ്രമായ രീതിയിൽ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ജില്ലാ കളക്ടർ ഷിക സുരേന്ദ്രൻ ഉത്തരവിട്ടിരിക്കുകയാണ്. 40ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതും എത്രത്തോളം പേരാണ് അതിനുള്ളിൽ ഉള്ളത് എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എമർജൻസി ഓപ്പറേഷൻസ് സെൻറ്ററിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നു വരുന്നത്. തൃശ്ശൂർ മുണ്ടത്തിക്കോട്ടുള്ള വെടിക്കെട്ട് പുരയിടത്താണ് സ്ഫോടനം നടന്നത്. ഉച്ചയ്ക്ക് 2:30 ആദ്യ സ്ഫോടനം നടന്നു. തുടർന്ന് തുടർച്ചയായിരിക്കുന്ന സ്ഫോടനമായിരുന്നു. ചുറ്റുപാടത്തെ വീടുകളുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. കാര്യം ഇതിന് ദൃക്സാക്ഷികളായവരുണ്ട്. അതേപോലെ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നത്തെ രാവിലെ തന്നെ മീഡിയക്കാർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഏകദേശം ആളുകളെക്കുറിച്ചുള്ള ഒരു ധാരണ വന്നിരിക്കുന്ന ചാനലുണ്ട് എന്നും പറയപ്പെടുന്നു. അപ്പോൾ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഇതിന് മുൻപും പല സ്ഫോടനം നടന്നിട്ടുണ്ട്. അതിനൊരു നിയന്ത്രണ രീതി കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ അന്ന് ഉയർന്നു വന്നതാണ്. പക്ഷേ ഇപ്പോൾ നടന്ന സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ലൈസൻസി ഉള്ളതാണ് എന്ന് അറിയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഏത് തരത്തിലാണ് ഇതിൻ്റെ സംഭവങ്ങൾ നടന്നത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ആരംഭിക്കുന്ന പ്രാഥമിക ഘട്ടത്തിൽ തന്നെ. സർക്കാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ, ചികിത്സാ സഹായങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലായി വലിയ രീതിയിലുള്ള ദുരന്ത കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു നിയന്ത്രണ രീതിയിലാക്കാനോ ഈ അപകടം ഉണ്ടാവുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള നിയന്ത്രണ സംവിധാനത്തിലേക്ക് എത്തിക്കാനോ ശാസ്ത്രീയപരമായിരിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നത്. ഈ എമർജൻസി സംവിധാനങ്ങളും ഫയർഫോഴ്സും ഒക്കെ പാഞ്ഞെത്തിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് തീപിടുത്തമല്ല, അത് സ്ഫോടനമാണ് എന്നതിനാൽ തന്നെ ഫയർഫോഴ്സിനൊന്നും അങ്ങോട്ട് വലിയ രീതിയിൽ ഇടിച്ച് കയറാൻ വേണ്ടി സാധിക്കില്ല. അത് ദുരന്തം കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ അവർ അപകടത്തിൽപ്പെടും എന്നുള്ള കാര്യങ്ങൾ ഉറപ്പാണ്. ഇതൊരു വിശാലമാക്കപ്പെട്ട ഒരു പ്രദേശത്താണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് അവിടെ എത്താൻ അതിൻ്റേതായിരിക്കുന്ന താമസം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. അങ്ങനെയാണെങ്കിലും എത്തുന്നതോടനുബന്ധിച്ച് തീ അണക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ, കഠിനമായിരിക്കുന്ന ശ്രമങ്ങളും പ്രയത്നങ്ങളും നടക്കുന്നു. ഒരുപാട് പേർ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. 100% പൊള്ളലേറ്റവർ പോലും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പ്രയാസകരമായിരിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ഈ സംഭവത്തെ വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുക.